തിരുവനന്തപുരം സ്വീകാര്യത്ത് യുവതി ഭർതൃഭവനത്തിൽ ജനലിൽ തൂങ്ങി ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് ഭർത്താവിനും ഭർതൃമാതാവിനും എതിരെ യുവതിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ്. ഈ യുവതി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവര് സ്വന്തം മാതാവിനെ വിളിച്ച് അവിടെ അനുഭവിക്കുന്ന ഓരോ പീഡനങ്ങളെക്കുറിച്ച് അവര് ബാത്റൂമിൽ കയറി നിന്നും പുറത്തെ മുറിയിൽ നിന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ബാത്റൂമിൽ കയറി നിന്നുകൊണ്ട് ഇവരുടെ വിഷമങ്ങൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവരുടെ മാതാവിനെ വിളിച്ചറിയിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം യുവതിയുടെ ഭാഗത്തു നിന്നും ചെയ്തത്. യുവതിയുടെ വീട്ടുകാർ പറയുന്ന ഒരു സംഭവം ഇതാണ്. കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ചിക്കൻ കറി വെച്ച സമയത്ത് ഇവര് ഒരല്പം കൂടുതൽ കഴിച്ചു. ഈ കൂടുതൽ കഴിച്ചതിന്റെ പേരിൽ ഭർത്താവിന്റെ മാതാവ് ഇവരെ വളരെയധികം മോശമായി ഇവരോട് സംസാരിക്കുകയും മാനസികമായി ഒത്തിരി ഇവരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് ഇവരുടെ മാതാവ് പോലീസിൽ പറയുന്നുണ്ട്. മരിച്ച കാവ്യയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ ഭാഗത്ത് നിന്നും ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഒരു സംരക്ഷണമോ കരുതലോ ഒന്നും കിട്ടിയിരുന്നില്ല എന്നാണ് കാവ്യയുടെ വീട്ടുകാര് അഭിപ്രായപ്പെടുന്നത്. മരണപ്പെട്ട കാവ്യ ഇതിനു മുമ്പ് ഇങ്ങനൊരു കാര്യത്തിന് തുനിയാതിരുന്നത് കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും വളരെ ഒരു ഭാരം ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കാവ്യയുടെ സംഭവം അല്ലെങ്കിൽ ഇതുപോലുള്ള പല സംഭവങ്ങളും കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പല സമയത്തും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പെട്ടെന്നൊരു സമയത്തെടുക്കുന്ന തീരുമാനമല്ല. ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് രണ്ട് കുടുംബങ്ങളും പരസ്പരം സംസാരിച്ചതിന് ശേഷം എടുക്കുന്ന ഒരു തീരുമാനത്തെ തുടർന്നാണ് ബന്ധങ്ങൾ വിവാഹത്തിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാരും അമ്മയും അപ്പനും എല്ലാം പെണ്ണിനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് നടത്തുന്ന വിവാഹങ്ങളായിരിക്കും മിക്കത്. അല്ലെങ്കിൽ മകൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പെണ്ണിനെ മരുമകളായിട്ട് സ്വീകരിക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളുടെ മനസ്സിങ്ങനെ മാറി വരുന്നത് എന്ന് പല സംഭവങ്ങൾ കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്. കൊണ്ടുവരുന്ന പെണ്ണിനെ വീട്ടിൽ വന്നതിന് ശേഷം വീട്ടുകാരുടെ ഇഷ്ടമനുസരിച്ച് അവളെ മാറ്റാനും അവളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്താനും ഒക്കെ എന്തിനാണ് ശ്രമിക്കാറ് എന്ന് ചിന്തിക്കാറുണ്ട്. ഉണ്ടാകുന്ന ഭവനങ്ങളിൽ ഒരിക്കലും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു 10 കുടുംബങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഒരു 10 കുടുംബങ്ങളെ എടുത്തിട്ട് ഈ കുടുംബങ്ങളെ രണ്ടായിട്ട് ഭാഗിക്കണം. ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വഴക്ക്, മരുമകളുടെ കുറ്റം മകനെ അറിയിക്കുന്നു, അല്ലെങ്കിൽ മരുമകൾ അമ്മായിയമ്മയുടെ കുറ്റം ഭർത്താവിനെ അറിയിക്കുന്നു. അങ്ങനെ ഒരു കലുഷിതമായ ഒരു കുടുംബങ്ങളുടെ ഒരു ഗ്രൂപ്പ്. മറു സൈഡിൽ എന്ന് പറയുന്നത് എല്ലാവരും, ആ ഭവനത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, വന്ന മരുമകളെ സ്വന്തം മകളായിട്ട് ഭവനത്തിൽ ചേർക്കുന്നു. അങ്ങനെയുള്ളൊരു കുടുംബം. ഈ 2 കുടുംബങ്ങളെയും നമ്മൾ ദൂരെ ഇരുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കുടുംബങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്നേഹത്തിൽ പോയ പ്രാർത്ഥനയുള്ള ആ ഒരു കുടുംബം, ആ കുടുംബങ്ങൾ നല്ല രീതിയിൽ അവിടുത്തെ മക്കളും കൊച്ചുമക്കളും എല്ലാം നല്ല രീതിയിൽ ഓരോ ദിവസവും ഉയർന്നു പോകുന്നത് കാണാം. വഴക്കും ശണ്ടയും ഉള്ള ആ ഒരു കുടുംബങ്ങളെ നമ്മൾ ദൂരെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ അവരുടെ മക്കളുടെ ഭാവിയിൽ ഇനി പെൺമക്കളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ചു വിട്ട അവരുടെ ജീവിതത്തിലാണെങ്കിലും ഒരിക്കലും ഒരു നന്മയോ സമാധാനമോ ആ ഭവനം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അതാണ് അതിൻ്റെ സത്യം. ഈ വഴക്കുണ്ടാകുന്ന സമയത്ത് എന്താണ് അതിൻ്റെ പരിണിത ഫലം ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ശണ്ടയിടുക, തർക്കിക്കുക, ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാ?
ആ വ്യക്തിയുടെ ശരീരത്തിൽ പോരാടുന്ന ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും ആവശ്യമില്ലാത്ത ദുർവാശി, ഇതിൽ നിന്നെല്ലാമാണ് ഈ പറയുന്ന ശണ്ടയിടുന്ന സ്വഭാവം ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഈ അമ്മായിയമ്മ മരുമകൾ എന്ന ഒരു തർക്കങ്ങളും വഴക്കുകളും ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? കാരണം മകന്റെ ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി നാത്തൂമാരാണെങ്കിൽ സഹോദരന്റെ ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ വന്ന ആ പെണ്ണിനെ എന്തുകൊണ്ട് ഇവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല? ആ ഭർത്താവ്